കൊല്ലം ജില്ലയിൽ ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും നാട്ടിൽ ഭീതി വിതയ്ക്കുകയും ചെയ്യുകയാണ്. കുടിപ്പകയും കൊലപാതക പരമ്പരയും അരങ്ങേറിയതിന് പിന്നാലെ ഗുണ്ടകൾ അസോസിയേഷൻ രൂപീകരിച്ചു, യോഗം ചേർന്നു, പിന്നീട് ഓഫീസ് വരെയും തുറന്നു. ഇതിൽ പോലീസ് നടപടി സ്വീകരിച്ചതോടെ കൊലവിളിയും ഭീഷണിയുമായി ക്രിമിനൽ സംഘങ്ങൾ വീണ്ടും രംഗത്തെത്തുകയാണ്. നഗരത്തിൽ ജിം നടത്തുന്ന യുവാവിന് നേരെ വധഭീഷണി മുടക്കിയതാണ് ഒടുവിലത്തെ സംഭവം. ഷെറിൻ ജെയിംസ് എന്ന യുവാവാണ് കൊല്ലം കരിക്കോട് സ്വദേശികളായ വിനേഷ്, രാജീവ് ഫെർണാണ്ടസ് എന്നിവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വധഭീഷണി മുഴക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ഗുണ്ടാ അസോസിയേഷൻ രൂപീകരിക്കാൻ കൊല്ലത്ത് യോഗം ചേർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് നഗരത്തിൽ ജിം നടത്തുന്ന ഷെറിൻ ജെയിംസ് തനിക്ക് വധഭീഷണിയുണ്ടെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. കരിക്കോട് വിനേഷ്, രാജീവ് ഫെർണാണ്ടീസ് എന്നിവർ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഷെറിൻ ജെയിംസിന്റെ പരാതി. സംഭവത്തിൽ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇയാൾ പോലീസിനെ സമീപിച്ചത്. താൻ മാന്യമായി ജിം സ്ഥാപനം നടത്തി വരുന്നതിനിടെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമവും നടക്കുന്നതായി പരാതിയിൽ ആരോപിക്കുന്നു. ഇതൊക്കെ വെറുതെ ചെറിയ സാമ്പിള്, ഇതൊന്നുമല്ല. നീ മനസ്സിൽ കാണാത്ത കേസിൽ നീ കുടുങ്ങിപ്പോവും. എന്നോട് കളിക്കാൻ നിന്ന അത് നീ തിരക്കിയാൽ മതി, നാസറോടൊക്കെ തിരക്കിയാൽ മതി. നന്നായിട്ട് കേസ് കൈകാര്യം ചെയ്യും ഞാൻ. നിനക്കുള്ള പണി അതേ ഉള്ളൂ. അതുകൊണ്ട് നീയായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ നീ ഡിലീറ്റ് ചെയ്യാൻ നോക്ക്. നിനക്ക് ഒരു അവസരമായത്. ചില പോലീസുകാർ പ്രതികൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നുവെന്ന സംശയവും പരാതിയിൽ ഉന്നയിക്കുന്നു. നേരത്തെ കൊല്ലത്ത് ഗുണ്ടാ അസോസിയേഷൻ രൂപീകരിക്കാൻ യോഗം ചേർന്നപ്പോൾ തോക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ഗുണ്ടകൾ എത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെയാണ് നടപടി ശക്തമായതും 6 പേർക്കെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തതും. ഇതിനു മുൻപ് ഗുണ്ടകൾ നടത്തിയ പിറന്നാൾ ആഘോഷവും വടിവാൾ ഉപയോഗിച്ച് കേക്ക് മുറിച്ച സംഭവവും വലിയ വിവാദമായിരുന്നു. ഗുണ്ടാ സംഘങ്ങളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഷെറിനാണെന്ന് പറഞ്ഞാണ് വധഭീഷണി മുഴക്കിയതെന്നാണ് യുവാവിന്റെ ആരോപണം. ഗുണ്ടകളുടെ ഓഫീസ് പോലീസ് പൂട്ടിയതോടൊപ്പം സമീപത്ത് പ്രവർത്തിച്ചിരുന്ന ഷെറിന്റെ ജിമ്മും നിർത്തിവെക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.